ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു, കാരണം കുറേ ദിവസമായില്ല ഭയങ്കര മഴയും ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫുള്ള് ഉണക്കേണ്ട പരിപാടിയും കുറേ ഡ്രസ്സെല്ലാം ഉണക്കാനെല്ലാം ഇട്ടിട്ടുണ്ടായിന്. പിന്നെ കുറേ കൊപ്ര അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കേട്ടോ ആ ഒരു മുറ്റത്ത് നിരത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിലും മഴയും എല്ലാം ഇങ്ങനെ മാറി മാറി വരുമ്പം എല്ലാം പകുതിക്കായ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെയിൽ വന്ന ടൈമിലെല്ലാം ഒന്നെടുത്ത് പുറത്തിട്ടതായിരുന്നു. അപ്പോൾ ഇതാ നെക്സ്റ്റ് പടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാത്തിമാനെ ഒന്ന് ഉറക്കാനുണ്ട്. കാരണം ഇവൾ ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ പണികളെല്ലാം നടക്കുമല്ലോ. ഇല്ലെങ്കിൽ അധികം നമ്മൾ ഒപ്പരം തന്നെയല്ലേ ഉണ്ടാവല്. അപ്പോൾ ആൾക്കിപ്പം ഉറങ്ങാനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ, കാരണം ഇപ്പോൾ ഫുള്ള് കളിയാണ്. പിന്നെ ഇപ്പോൾ ടാറ്റയെല്ലാം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെറിയ ബേബീസെല്ലാം ഫസ്റ്റ് അവർ ഉമ്മാന്ന് വിളിക്കും, അതിനുശേഷം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ പറയുമ്പോൾ ടാറ്റ ആയിരിക്കും കാണിക്കൽ. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ടാറ്റ പറയലാണ് കേട്ടോ എന്തെന്നാക്കുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ ഓളൊന്ന് ഉറക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം സൗണ്ടൊന്നും ആക്കാണ്ടിരുന്നാൽ കുറച്ച് നല്ലോണം ഉറങ്ങിക്കോളും. ഇപ്പം ഇതാ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറേ ബിരിയാണീസിൻ്റെ റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 kg ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫോ ഇല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ടോ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമ്മളെ പുളിയെല്ലാം നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ ചിക്കനെല്ലാം മസാല ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓവറായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ മസാല മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി സംഭവങ്ങളെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റോർ റൂമിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങ കിട്ടിയിട്ടുണ്ടായിന്, പച്ചമാങ്ങ. അപ്പോൾ അതിലിങ്ങനെ പഴുക്കാനായിട്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് പൊതിഞ്ഞ് വെച്ചാൽ നല്ലോണം പഴുത്ത് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിക്ക് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കി വെച്ചതായിരുന്നു. അപ്പം പഴുത്ത് വരുന്നുണ്ട് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് നമ്മൾ വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം എല്ലാം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ എല്ലാം വേഗം കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമല്ലോ. അപ്പോൾ ഈ ഒരു കത്തി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ മീഷോയിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത്. ഞാൻ വിചാരിച്ചു വലിയ മൂർച്ചയൊന്നും ഉണ്ടാവില്ല, പക്ഷേ കൈമ കിട്ടുമ്പം അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ. നല്ല നമുക്കിങ്ങനെ എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ചെയ്യാൻ തോന്നുമ്പോൾ നമ്മളെല്ലാം ഒരു സെറ്റ് എല്ലാം ഒരു നല്ലൊരു പാങ്ങിലുള്ള സാധനമെല്ലാം കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കത്തിയും 3 ടൈപ്പ് കത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല മൂർച്ചയുണ്ട്. കാരണം മൂർച്ചയുണ്ടെന്ന് പറയാൻ വേറെ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ വഴിയേ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കത്തീൻ്റെ മോഡലെല്ലാം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറയലായിരുന്നു. കാരണം ഈ നല്ല മൂർച്ചയുള്ള പുതിയ കത്തിയാകുമ്പോൾ നമുക്കൊരു പേടി പോലെയല്ലേ ഉണ്ടാവല്. കാരണം തൊടുമ്പം തന്നെ മുറിയുന്ന അത്രയും മൂർച്ചയുണ്ട് കേട്ടോ അതിന്. ഇപ്പം നല്ല മൂർച്ചയുണ്ട്. ഇപ്പം ഞാൻ യൂസാക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചായി. ഞാൻ എന്തെങ്കിലും കട്ടാക്കുമ്പോൾ ഈ ഒരു കത്തി തന്നെയാണ് കേട്ടോ അടുക്കൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല മൂർച്ചം ലോങ് ലാസ്റ്റിംഗ് എല്ലാം ഉണ്ട് എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെജീസെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കെല്ലാം വേസ്റ്റെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് എൻ്റെ നിന്ന്
സാധാരണ നമ്മൾ ഇപ്പുറത്തെ കൈയായിരുന്നു മുറിയേണ്ടത്. പക്ഷേ ആ കത്തി പിടിച്ചതിൻ്റെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ എന്തോ ഇതായിപ്പോയിട്ട് മുകളിലോട്ടേക്ക് എന്തോ നോക്കിയ ടൈമിൽ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൊണ്ടിട്ട് മുറിഞ്ഞതായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുറിഞ്ഞതേ ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല പോലെ ബ്ലഡ് വരുന്നുണ്ട്. അതിനപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ബ്ലഡെല്ലാം കഴുകി കളഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാൻ നമ്മളെ മുമ്പിൽ തന്നെ ഒരു പീടിയുണ്ട്, അപ്പോൾ ആ പീടിയിലേക്ക് പിള്ളേർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും വെറുതെ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് മൊത്തത്തിലൊന്ന് കഴുകിയെടുത്താൽ ശരിയായില്ലേ. പിന്നെ ചെറുതായിട്ടേ മുറിഞ്ഞിട്ടില്ല, പക്ഷേ ബ്ലഡ് നല്ലോണം വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കട്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വേസ്റ്റ് ഞാൻ എന്താക്കുന്നറിയോ, ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം കാണിക്കലില്ലേ നമ്മളെ കുറച്ച് പച്ചക്കറി സംഭവങ്ങളെല്ലാം നട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു കൃഷീൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ കിട്ടുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാം വർക്കിംഗ് ആയാലുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഉള്ളീൻ്റെ വേസ്റ്റല്ലേ, മെയിനായിട്ട് ഇതിൽ ഉള്ളീൻ്റെ വേസ്റ്റാണ് കേട്ടോ ഇടേണ്ടത്. ഉള്ളിയും വെളുത്തുള്ളിയുടെ എല്ലാം വേസ്റ്റ് ഇങ്ങനത്തെ ചെടിയല്ല ഈ പച്ചക്കറി സംഭവത്തിനെല്ലാം ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന് പറയും. പിന്നെ റോസക്കും ഇടുന്നത് നല്ലതാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കയ്യോടെ ഇതിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ എവിടെയെങ്കിലും വളപ്പിൽ എത്തും. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിയെല്ലാം കട്ടാക്കുമ്പം ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ ഏതായാലും മുറ്റത്തിറങ്ങി ഇനിയിപ്പോൾ കറിവേപ്പിലയും പുതിന ഇലയെല്ലാം ഒന്ന് പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പുതിന ഇലയും വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണിക്ക്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ബിരിയാണിയിൽ മിക്കാളും പുതിന ഇലയൊന്നും ചേർത്ത് കൊടുക്കലില്ല, പക്ഷേ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പുതിനേൻ്റെ തന്നെ ഫ്ലേവർ കിട്ടൂലെങ്കിലും അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പ്ലാസ്റ്ററെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതൊന്ന് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബ്ലഡെല്ലാം വരുന്നത് നിന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പം ബ്ലഡായിന്ന് വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചക്ക ചിപ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ആയിഷുവിനെല്ലാം പറക്കി കൊടുക്കലാണ് കേട്ടോ, കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചക്ക ചിപ്സ്. അതിൻ്റെ ഇടയിൽ ഉമ്മ ഓട്സ് ആക്കിയിട്ടുണ്ടായിന്, അപ്പോൾ അതും കുടിക്കലാണ്. കാരണം ഫുഡെല്ലാം ആകുമ്പോഴത്തേക്ക് കുറേ ലേറ്റായി പോവില്ലേ, കാരണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോക്കും വരത്തെല്ലാമായിട്ട് അങ്ങനെ ടൈം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിലൊട്ടിച്ച് കൈയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻ നമ്മളെ കട്ടിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കത്തി നല്ല മുറിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ പേടിക്കാനൊന്നുമില്ല, നമ്മളതെല്ലാം ഇങ്ങനെ ലെവലായി അങ്ങ് വന്നോളും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു കത്തി. അതിൻ്റെ ആ ഒരു പ്രിൻറ്റും ഇതെല്ലാം കണ്ടിട്ട് നല്ലൊരു പാങ്ങുണ്ട് കത്തി, മൊത്തത്തിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് ഉള്ളി പൊരിച്ച് എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ബാക്കി മസാലയിൽ ഇടണം. അപ്പോൾ ഫസ്റ്റ് തന്നെ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ടാക്കി എടുത്തതിൽ ഒരു 3/4 ഭാഗത്തോളം ഉള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ഉണ്ടാവൽ. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ വേണം കേട്ടോ മസാല എല്ലാം ആക്കുന്ന ടൈമിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളി കുറച്ചൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കിക്കോ, നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ തക്കാളി കട്ടാക്കുമ്പോൾ ഈ ഒരു റൗണ്ട് രീതിയിൽ ഇങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടിയും നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് മസാലയെല്ലാം തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് നല്ല സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ഇങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡായി കൊടുക്കുക കേട്ടോ. എന്നാൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ ഒരു രീതി ഉണ്ടാവില്ല, എല്ലാം നല്ല ഫ്രൈ ചെയ്തെടുത്തതല്ലേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഉള്ളി പൊരിച്ച് എണ്ണ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അതും പിന്നെ നമ്മൾ നോർമൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കലാണ്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഓവർ ഫ്രൈ ആയിട്ട് പോകുമൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഒരു നോർമൽ ഇങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ചില ടൈമിലെല്ലാം ചില സ്ഥലത്തു നിന്നെല്ലാം ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. കാരണം ഇത് പൊരിച്ചിട്ട് ആകെ ഒരു അലാക്കാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പം ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് ഇപ്പം
എന്താ പറയുക, നമ്മൾ ഈ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പം ചില ആൾക്കാരുടെ വിചാരം ഒരുപാട് മസാലയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ മസാലപ്പൊടിയാണ് എന്താണെങ്കിലും കുറച്ച് ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ ഇതാ നമ്മളെ കട്ടിങ് എല്ലാം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ മിക്സിയിലൊന്ന് റെഡിയാക്കാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അത് പിന്നെ പച്ചമുളകെല്ലാം നമ്മൾ എരിവെല്ലാം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം ചോട്ടാസുകളായതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പം എരിവെല്ലാം കുറച്ചിട്ടായിരുന്നു കേട്ടോ ആക്കൽ. എന്നാലേ അവർ കഴിക്കും. നമ്മൾ മെയിനായിട്ട് ഒരു ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളെ മക്കൾസിൻ്റെ മെയിൻ അതും കൂടി നോക്കണ്ടേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വലിയ എരിവൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. എനിക്കും തീരെ എരിവ് പറ്റുകയേ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എരിവെല്ലാം എല്ലാ ഫുഡിലും എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ആക്കൽ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത അതിൽ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂണോളം പേസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു ആവശ്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമുളകെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്ത നമ്മൾ ആ ഒരു ബാക്കിയുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം ചേർത്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉള്ളി ഏകദേശം ഒന്ന് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അതായത് ഉള്ളി ഓവറായിട്ട് ഇങ്ങനെ വാട്ടാനൊന്നും നിൽക്കണ്ട. അപ്പം തന്നെ നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ബിരിയാണിയെല്ലാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷ് എന്നാണ് കേട്ടോ ഞാൻ പറയൽ. കാരണം ബിരിയാണി ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റുള്ള ഐറ്റംസ് എല്ലാം ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കണം അല്ലേ. നമുക്ക് ബിരിയാണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൽ. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ ബിരിയാണി റൈസ് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഇനി നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ചല്ല നമ്മളെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില, മല്ലിയില, പുതിനയെല്ലാം പുതിനയില ഒരു 2-3 എണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു മിക്സിങ്ങിലാണ് നമ്മളെ മെയിനായിട്ട് മസാല നല്ല അടിപൊളിയായിട്ട് കിട്ടൽ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത് ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി നമ്മൾ ആ ഒരു മസാലയിൽ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കട്ടോ. ആ ഒരു ചിക്കനിൽ ഇതെല്ലാം ഒന്ന് ആ ഒരു മസാലയിൽ ഇറങ്ങി വരുമ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന്, അതായത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ റൈസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു സൈഡിന് മസാലയെല്ലാം ആകുമ്പം തന്നെ നമുക്ക് റൈസും ഇപ്പത്തുനിന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഓയിൽ തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോണ്ടല്ല നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടല്ല ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് ആവും ചെയ്യും. അങ്ങനെ ആകുമ്പം നമ്മളെ റൈസ് ഇങ്ങനെ അത് അങ്ങനെയാണ്. ഞാൻ പൊതുവേ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ടൈമിൽ വെള്ളം ഇപ്പുറത്തെ സൈഡിൽ റെഡിയാക്കാനായിട്ട് വെക്കും. അപ്പോൾ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വലിയ കപ്പിലെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കപ്പിൽ തന്നെ അളന്നിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ വെള്ളം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, പിന്നെ കറിവേപ്പില, ഉപ്പ്, അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതും കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അതുപോലെ തന്നെ നെയ്ച്ചോറ് ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അന്നേരം നമ്മൾ ആ ഒരു റൈസെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു കുഴഞ്ഞ രീതിയിലാവും. അപ്പം ജസ്റ്റ് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 2 പ്രാവശ്യം ഇളക്കേണ്ട കേട്ടോ നെയ്ച്ചോറ്. അതായത് ഫസ്റ്റ് നമ്മൾ ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വെറ്റി വരുന്ന ആ ഒരു ടൈമിലും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഈ ഒരു ടൈമിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട്
വെച്ച് ഒരു 5 മിനിറ്റ് ഒന്നും വെക്കണ്ട, ഒരു 3-4 സെക്കൻഡ് വെക്കുമ്പം തന്നെ റെഡിയാകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ മസാലയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അപ്പം തന്നെ ദം ചെയ്തെടുക്കലാണ് കേട്ടോ. കാരണം ആ ഒരു രണ്ടിനും ഒരേപോലെ ചൂടുണ്ടാകുമ്പോഴാണ് നമ്മൾ റൈസ് ഇങ്ങനെ ദം ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തതിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഗീ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും സിമ്പിൾ ഇങ്ങനെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പണി തന്നെ വേഗത്തിൽ ഒരുങ്ങിയ പോലെ തോന്നലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി എല്ലാം ദം ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദമ്മെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ മൊത്തത്തിൽ ആ ഒരു മുകളിലെ ഭാഗമെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ക്ലീനിങ് എല്ലാം ചെയ്യുന്നുണ്ടായിന് കേട്ടോ. കാര്യം നമ്മളെല്ലാം ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാനിതെല്ലാം ആക്കി വെക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ക്ലീനിങ് എല്ലാം ഒരു സൈഡിൽ നിന്ന് ഞാൻ ഫുള്ളൊന്ന് ക്ലീനാക്കി കിച്ചണെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന്. കാര്യം നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിക്കുമ്പോൾ നല്ലൊരു റിലാക്സാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം മാത്രമേ കഴുകണ്ടു. പക്ഷേ എപ്പോൾ ഇതൊന്നും നടക്കലൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ മക്കൾസെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഇതും ഒരുപോലെ നടക്കുമൊന്നുമില്ല. ചില ടൈമിനെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല പെർഫെക്റ്റായിട്ട് ചില ദിവസങ്ങളിലെല്ലാം പോകും. അല്ലാത്ത ടൈമെല്ലാം പിന്നെ ഇങ്ങനെ ഒരു മടി പിടിച്ചൊരു അലസമായിട്ട് ഇങ്ങനെ പോക്കാന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഫാത്തിമ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പിന്നെ ഓക്ക് ഫുഡെല്ലാം കൊടുത്തോളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാൻ ചെറിയ ഷോപ്പിങ്ങിനെല്ലാം പോയിട്ടുണ്ടായി. നമ്മൾ സ്കൂൾ ഓപ്പൺ ആക്കലായില്ലേ. അപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളിൽ നിന്നില്ല ആ ഒരു സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞ ദിവസവും പോയി, പിറ്റേ ദിവസവും പോയതാണ് കേട്ടോ ഇത്. കാരണം ഇവരെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാനായിട്ട് ഒരു 2-3 ദിവസം പോയാലേ എല്ലാം ഒന്ന് കിട്ടുമല്ലോ. കാരണം ഒന്നാമത് ഇവരെയും കൊണ്ട് പോകൽ നടക്കില്ല. പിന്നെ ഇവരുടെ ആക്കിയിട്ട് പോകുമ്പം ചെറിയ ആളും കൂടിയില്ല. അപ്പോൾ പിന്നെ ഒരിക്കൽ പോയി കുറച്ചെല്ലാം വാങ്ങി പിന്നെ വേഗം വന്ന് പിന്നെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എപ്പോഴെങ്കിലും പോകാം. അപ്പം ഞാനങ്ങനെ പോയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു തരാം. അവിടുന്ന് ചെറിയ ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തതായിരുന്നു കേട്ടോ ഇതെല്ലാം. അപ്പം സ്കൂളെല്ലാം തുറക്കാനാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ എല്ലാം ഇങ്ങനെ വാങ്ങിക്കാനും കളക്ട് ചെയ്യാനെല്ലാം. എനിക്കെല്ലാം പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായത്. ഞാനിങ്ങനെ പറയലായിരുന്നു. കാരണം സ്കൂൾ തുറക്കുന്ന ടൈമിൽ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ തുറക്കാനാകുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഉമ്മ നമ്മളെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോയി പുതിയ ബാഗ് കുട, അന്നേരം അവർ സ്കൂബിയുടെ ബാഗ്, പിന്നെ പോപ്പി എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ എന്തെല്ലാം സംഭവം ഉണ്ടല്ലോ ബാഗിൻ്റെ തന്നെ. അപ്പോൾ അതെല്ലാം ഭയങ്കര ഒരു മെമ്മറീസ് ആയിരുന്നു. കാരണം ഞാനിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ എല്ലാം വാങ്ങിക്കാനും ഇവരെ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഇറങ്ങലിട്ടാ. കാരണം ഗൾഫിലുണ്ടായ ടൈമിലെല്ലാം ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ എല്ലാം വാങ്ങിക്കലും അവർക്ക് വേണ്ടിയിലെല്ലാം സെറ്റാക്കൽ. നാട്ടിലായ പിന്നെയാണ് ഞാനെല്ലാം ഇങ്ങനെ വാങ്ങിക്കാനും ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ സ്കൂൾ ഐറ്റംസ്. ഞാൻ സ്കൂൾ ഐറ്റംസ് ഒന്നും ഇതുവരെ ഷോപ്പിങ്ങേ നടത്തിയിട്ടില്ല കേട്ടോ. കാരണം ഗൾഫിൽ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് തന്നെയാണ് എല്ലാ ഐറ്റംസും വാങ്ങിക്കല്. അപ്പോൾ നാട്ടിലായാലാണ് ഞാൻ ഇതെല്ലാം വാങ്ങിക്കാൻ പോകുമ്പം പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ആ ഒരു ഷോപ്പിംഗ് എല്ലാം സ്കൂൾ ഐറ്റംസ് എല്ലാം ഇങ്ങനെ വാങ്ങി സെറ്റാക്കലെല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ടൈപ്പ് ലഞ്ച് ബോക്സാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. കാര്യം ഇവരൊക്കെ നമ്മളെടുത്ത് രണ്ടാൾ ചെറിയ ക്ലാസ്സിലല്ലേ. അപ്പം പിന്നെ അവർക്ക് സ്നാക്സ് ബോക്സും അങ്ങനെയെല്ലാം ആയിട്ട് വാങ്ങിച്ചു തരുന്ന കേട്ടോ ഇത്. നല്ല സിമ്പിളായിട്ടില്ലാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വലിയൊരു പായ്യാരം പോലത്തെ ഭയങ്കരമായിട്ട് വലിയ പോലെ ഉണ്ടായത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ ചെറിയ ടൈപ്പ് വാങ്ങിക്കുക, എന്നാലും നമുക്ക് നല്ല ഒതുങ്ങിയിട്ട് കിട്ടുമല്ലോ. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ ഇത് എനിക്ക് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു ട്വിസ്റ്റാണ് കേട്ടോ ഉള്ളത്. കാര്യം ഈ ഒരു വാട്ടർ ബോട്ടിലുണ്ടല്ലോ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ച് ഈ ഒരു ഒറ്റ വാട്ടർ ബോട്ടിൽ മാത്രമായിരിക്കും ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഈ ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായത്. അപ്പം നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിലും കൂടി കിട്ടിയിട്ടുണ്ടായിന്.
അങ്ങനെ അതെല്ലാം നോക്കി. ഇതിലിങ്ങനെ ടൈമെല്ലാം കേട്ടോ, നമുക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനെല്ലാം മടിയില്ലവർക്കെല്ലാം നല്ലതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എനക്കായിട്ട് വാങ്ങിച്ചതായിരുന്നു. കാരണം ഇതിലാകുമ്പോൾ നമുക്കിങ്ങനെ സിബ് ചെയ്തിട്ടും എല്ലാം കുടിക്കാനായിട്ട് പറ്റുമല്ലോ അതിലിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ഓപ്പണാക്കി സെക്കൻഡ് വാട്ടർ ബോട്ടിൽ ഓപ്പണാക്കി. അതിന് ശേഷം ഉണ്ട് അതിൽ വേറൊരു ബോട്ടിലും കൂടി കാണുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 3 ബോട്ടിലാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതെന്തായാലും നല്ല യൂസ്ഫുള്ളായി. ഞങ്ങൾക്ക് തോന്നി ഇനി ഒരു 300 299 അങ്ങനെ എന്തോ വന്നിട്ട് റേറ്റ് വരുന്നത്. എന്നാലും മോശമില്ല, നല്ല ആ റേറ്റിന് എന്തായാലും ഇത് വെറുതെ തന്നെയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം 3 വാട്ടർ ബോട്ടിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പയ്യന്നൂർ ഇങ്ങനെ ഏതെല്ലോ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതൊന്നും ഓൺലൈൻ ഷോപ്പിംഗ് അല്ല കേട്ടോ ഇതെല്ലാം. പിന്നെ ഇവർക്കില്ല ബൗച്ച് കാര്യങ്ങളെല്ലാം, ഇതെല്ലാം എനിക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ നോക്കാനും വാങ്ങിക്കാനും കളക്ട് ചെയ്യാനെല്ലാം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്താണ് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ആ ഒരു ചെറുപ്പത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. പണ്ട് നമ്മൾ ഈ ബൗച്ചൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതിന് പകരം ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് അല്ലേ, ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചില ബോക്സിൽ ഇങ്ങനെ ഫോണ് പോലെയും പിന്നെ ഒരു പിങ്ക് കളറ്, എനിക്ക് ശരിക്കും അതെല്ലാം ഓർമ്മയുണ്ട്. ഞാനിതെല്ലാം ഇങ്ങനെ നോക്കുമ്പം ഇവിടുന്ന് ഉമ്മാനോട് ഇങ്ങനെ പറയലായിരുന്നു. കാരണം നമ്മൾ ആ പണ്ട് യൂസ് ചെയ്തതും പണ്ട് വാങ്ങിക്കാൻ പോയതെല്ലാം ഇങ്ങനെ പറയും. പിന്നെ ഇവർക്കില്ലേ കുറേ കുട്ടി കുട്ടി ഐറ്റംസാണ് കേട്ടോ ഇത്. റൈസേഴ്സും ഷാർപ്പനറും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ഐറ്റംസ് എല്ലാം അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ട്. പിന്നെ ഇപ്രാവശ്യം ഞാനങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാം കണക്കായിട്ട് വാങ്ങിയാൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ വാങ്ങാമല്ലോ. ഇതിങ്ങനെ ഒരുപാട് നിറച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മൊത്തം എന്താണ് നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഈ പെൻസിലും കാര്യങ്ങളെല്ലാം വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെന്താണ് അങ്ങനെ കുറേ ഐറ്റംസ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വലിയ ആളെ പേന അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അതിൽ ആ ഒരു ബോക്സിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതും കൂടി കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റെല്ലാം ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളെ കമൻറ്റെല്ലാം നോക്കലുണ്ട്. പിന്നെ എനിക്കും ഇതുപോലെ തന്നെ നമ്മൾ വ്ളോഗ് ചെയ്യാത്തത് കുറേ ആയില്ലേ. അപ്പോൾ ആ ഒരു എന്താണ് ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം ഫസ്റ്റെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിങ്ങനെ വോയിസ് ഓവറിൽ കൊടുത്ത് കുറേ ആകുമ്പോണ്ടല്ലോ നമുക്ക് ആദ്യം ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസെല്ലാം ചെയ്യണം എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എത്രത്തോളം എനിക്ക് പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ലഞ്ച് റെസിപ്പീസും അങ്ങനെ എല്ലാം ആയിട്ട് കാണിക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പം നടക്കുമോ അറിയില്ല. നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എല്ലാം ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റെല്ലാം ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ല കമൻറ്റെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് ഇടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഗിവ് അവേ എല്ലാം പ്ലാനിങ് എല്ലാം ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. കുറച്ചും കൂടി സബ്സ്ക്രൈബർ എല്ലാം ആയിട്ടാകുമ്പോൾ നമുക്ക് ഗിവ് അവേ എല്ലാം എന്തായാലും വെക്കണം. കാരണം നിങ്ങളാണ് വീഡിയോസ് എല്ലാം കണ്ട് ഇങ്ങനെ സപ്പോർട്ടെല്ലാം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റെങ്കിലും തരണ്ടേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് ഗിവ് അവേ എല്ലാം വെക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം പറയുക. പിന്നെ എന്തായാലും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നമ്മൾ ഈദ് വ്ളോഗെല്ലാം ഞാൻ നെക്സ്റ്റ് കാണിക്കാം കേട്ടോ. കാരണം ഇത് ആ ഒരു ഈദ് ടൈമിൻ്റെ അടുപ്പിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഞാനിത് എന്താക്കി പകുതിയോളം ഞാനിത് എഡിറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ചെയ്യാണ്ട് പിന്നെ അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഈ ഒരു വ്ളോഗ് തന്നെ എഡിറ്റ് ആക്കിയിട്ട് ഇടാന്ന്. പിന്നെ ഇങ്ങനെ അങ്ങ് ടൈം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ബുക്സും എല്ലാം ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവച്ചതായിരുന്നു. പിന്നെ ഒന്നും ഞങ്ങൾക്ക് ടൈമേ കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഓപ്പണാക്കി നോക്കലും. ഇതെല്ലാം ആ ഒരു പുതിയ ഒരു ബുക്കിൻ്റെ എല്ലാം സ്മെല്ലെല്ലാം ഭയങ്കരമല്ലേ, നല്ലൊരു മണമാണല്ലേ അതുണ്ടാവൽ. പിന്നെ ഇനി ഇഷ്ടം പോലെ പൊതിയിടലും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ ദിവസമായി കേട്ടോ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത്. കാരണം ഇതെല്ലാം പൊതിയിട്ട് എൻ്റെ പുറം പൊളിഞ്ഞ്. കാരണം ഒരുപാട് ബുക്കെല്ലാം ഇല്ലേ ഇവർക്ക് എല്ലാവർക്കും ആകുമ്പം നമുക്ക് ഒരുപാട് പൊതിയിടാനും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവരും എൻ്റെ കൂടെ കൂടും കേട്ടോ. ഇവർ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊത്തത്തിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇടലും എല്ലാം കേട്ടോ ഇവർ കൂടുതൽ. അപ്പോൾ ഞാനിതെല്ലാം പൊതിയെല്ലിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്സ് എല്ലാം ഞാനിങ്ങനെ ഫുള്ളായിട്ടൊന്ന് മറിച്ച് നോക്കലായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ആയിഷാവും ഹംദാനെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഒരാളെ ബുക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. പിന്നെ മറ്റുള്ളവരുടെ ബുക്സ് എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ടായിന്. പിന്നെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ അസ്സലാമു അലൈക്കും.